السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه وسلم. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 272 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ഈ ക്ലാസ് കേൾക്കുന്നവർക്കും പിന്നീട് റെഫർ ചെയ്യുന്നവർക്കും മുഫസ്സിരീങ്ങൾക്കും പണ്ഡിതന്മാർക്കും എല്ലാം അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 272 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലൂ അഹ്ലദ് ദിക്രി ഇൻ കുൻതും ലാ തഅലമൂന ബിൽ ബയ്യിനാതി വസ്സുബുർ وأنزلنا إليك الذكر لتبين للناس ما نزل إليهم ولعلهم يتفكرون. أفأمن الذين مكروا السيئات أن يخسف الله بهم الأرض ويأتيهم العذاب من حيث لا يشعرون أو يأخذهم في تقلبهم فما هم بمعجزين أو يأخذهم على تخوف فإن ربكم لرؤوف رحيم. أولم يروا إلى ما خلق الله من شيء يتفيأ ظلاله عن اليمين والشمائل سجدا لله وهم داخرون. ولله يسجد ما في السماوات وما في الأرض من دابة والملائكة وهم لا يستكبرون يخافون ربهم من فوقهم ويفعلون ما يؤمرون. وقال الله لا تتخذوا إلهين اثنين إنما هو إله واحد فإياي فارهبون. وله ما في السماوات والأرض وله الدين واصبا أفغير الله تتقون. وما بكم من نعمة فمن الله ثم إذا مسكم الضر فإليه تجأرون ثم إذا كشف الضر عنكم إذا فريق منكم بربهم يشركون. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തുൽ നഹ്ലിലെ 43 മുതൽ 54 വരെയുള്ള 12 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 14-ാമത്തെ ജുസിൽ 272 പേജ്. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചും മറ്റുമൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ പേജിൽ നമ്മൾ പറഞ്ഞിരുന്നത്. അവർ പലപ്പോഴും ഉന്നയിച്ചിരുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഒരു മലക്കിനെ റസൂലായി അയക്കാത്തത് എന്ന്. തീരെ ആത്മാർത്ഥമല്ലാത്ത ബുദ്ധിശൂന്യമായ ഈ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇനി പറയുന്നത്. അവർ പറയുന്നത് ഇതാണ്: അല്ലാഹു തആല വലിയ മഹത്തുള്ള ആളല്ലേ, ഒരു മനുഷ്യനെ ദൂതനായി പറഞ്ഞയക്കുന്നതിനേക്കാളൊക്കെ എത്രയോ മഹത്വമുള്ളവനാണവൻ. സാധാരണഗതിയിൽ രാജാക്കന്മാരോ ചക്രവർത്തിമാരോ ഒക്കെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ദൂതന്മാരെ പറഞ്ഞയക്കുമ്പോൾ സവിശേഷ വ്യക്തികളെ തിരഞ്ഞെടുത്തിട്ടാണ് അയക്കുക. ഈ ഒരു ചൂട് പിടിച്ചിട്ടാണ് അവരിങ്ങനെ വാദിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടാവായ മഹോന്നതനായ അള്ളാഹുവിൻ്റെ ദൂതൻ ഒരു മനുഷ്യനാവാൻ ഒരു സാധ്യതയില്ല. അവൻ ആരെങ്കിലും അയക്കുകയാണെങ്കിൽ അവൻ്റെ സമീപസ്ഥരായ മലക്കുകളെ അയക്കാൻ അതിനെ സാധ്യതയുള്ളൂ. നമ്മളെങ്ങനെയാണ് നമ്മളെപ്പോലെ ഒരു മനുഷ്യനെ പിൻപറ്റുക? ഇതൊക്കെയാണ് ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടിയാണ് 43-ാം ആയത്ത്. ഈ വിഷയം വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, മറ്റു പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എക്കാലത്തും മനുഷ്യരിലേക്ക് റിസാലത്തും നുബുവത്തുമായി വന്നത് മനുഷ്യർ മാത്രമായിരുന്നു. ഇതാണ് മറുപടി. ഈ ചരിത്ര സത്യം നിങ്ങൾക്കറിയില്ലെങ്കിൽ, മക്കാ മുശ്രിക്കുകളെ നിങ്ങൾക്കറിയില്ലെങ്കിൽ, ഈ ചരിത്രം അറിയുന്ന വേദക്കാരായ ആളുകളോട് ചോദിച്ചു നോക്കൂ. അഹ്ലു കിതാബിനോട്, തൗറാത്തും ഇഞ്ചീലൊക്കെ കിട്ടിയ ആളുകളോട് ചോദിച്ചു നോക്കൂ. ഈ സത്യം അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതാണ് അള്ളാഹു കൊടുക്കുന്ന മറുപടിയുടെ ചുരുക്കം. നോക്കാം 2 ആയത്തുകൾ 43-44.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ ബിൽ ബയ്യിനാതി വസ്സുബുർ വഅൻസൽനാ ഇലൈക ദിക്ര ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. വമാ അർസൽനാ മിൻ ഖബ്ലിക, നബിയെ താങ്കളുടെ മുമ്പ് നാം അയച്ചിട്ടില്ല, ഇല്ലാ റിജാലൻ മനുഷ്യരിലെ പുരുഷന്മാരെയല്ലാതെ, നൂഹി ഇലൈഹിം ദിവ്യ സന്ദേശം നൽകുന്ന. അപ്പോൾ താങ്കൾക്ക് മുമ്പ് മനുഷ്യരിലെ പുരുഷന്മാരെ മാത്രമേ നാം ദൂതരായി നിയോഗിച്ചിട്ടുള്ളൂ. നൂഹി ഇലൈഹിം, അവർക്ക് നാം ദിവ്യ സന്ദേശം നൽകുന്നു. അപ്പോൾ ഈ ഒരു സംഗതി മക്കയിലെ മുശ്രിക്കുകളെ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഫസ്അലു, നിങ്ങൾ ചോദിച്ചു നോക്കൂ, അഹ്ല ദിക്രി, വിവരമുള്ള ആളുകളോട്, വേദഗ്രന്ഥങ്ങളിലൂടെ വിവരം കിട്ടിയ ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് ഈ വിഷയം അറിയില്ലെങ്കിൽ. ബിൽ ബയ്യിനാതി വസ്സുബുരി, സ്പഷ്ടമായ പ്രമാണങ്ങളും വേദങ്ങളുമായാണ് നാം ആ ദൂതന്മാരെ നിയോഗിച്ചത്. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ എന്ന് പറഞ്ഞാൽ അതിനോട് കണക്റ്റഡ് ആണ്. വ്യക്തമായ പ്രമാണങ്ങളും വേദങ്ങളും കൊണ്ട് തന്നെയാണ് നമ്മൾ ആ പ്രവാചകന്മാരെ നിയോഗിച്ചത്. ബിൽ ബയ്യിനാത്തി, വ്യക്തമായ പ്രമാണങ്ങൾ കൊണ്ടാണ്, വസ്സുബുരി, വേദങ്ങളും കൊണ്ടാണ് നാം ആ പ്രവാചകന്മാരെ നിയോഗിച്ചത്. അതേപോലെയാണ് നിങ്ങൾക്കും ഈ ഖുർആൻ തന്നത്. വഅൻസൽനാ ഇലൈക അദ്ദിക്ര, താങ്കൾക്ക് നാം ഈ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. എന്തിന്? ലിതുബയ്യിന ലിന്നാസി, അങ്ങ് ആളുകൾക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി, മാ നുസ്സില ഇലൈഹിം, അവർക്ക് അവതീർണമായത്. അപ്പം അവർക്ക് അവതീർണമായ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയാണ് ഈ ഒരു ദിക്ർ, ഉത്ബോധനമാകുന്ന ഖുർആൻ അങ്ങേക്ക് നാം അവതരിപ്പിച്ചത്. വലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടിയും. ചുരുക്കി പറഞ്ഞാൽ മാനുഷകത്തിനായി അവതീർണമായത് അവർക്ക് പ്രതിപാദിച്ചു കൊടുക്കാനും അവർ ചിന്തിക്കാൻ വേണ്ടിയും താങ്കൾക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ദിക്ർ എന്ന വാക്കിന് കുറേ അർത്ഥങ്ങളുണ്ട്. നമ്മൾ മുമ്പ് ആവശ്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പ്രമാണം എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കും. ഇവിടെ ആ ഒരു അർത്ഥമാണ്, അല്ലേ? പിന്നെ വാൻസന ഇലക്ക് ദിക്ര എന്ന് പറഞ്ഞിട്ട് ദിക്റാണ് നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞത്. വാൻസന ഇലക്ക് ദിക്ര, അവിടെ അർത്ഥം പ്രമാണം, അതായത് ഖുർആൻ എന്നർത്ഥം. സൂറത്ത് ഹിജ്റിൽ 6-ാമത്തെ ആയത്തിലും അതേ അർത്ഥമാണുള്ളത്. ഇനി ഫസ്അലു അഹ്ല ദിക്രി, അവിടെ പറഞ്ഞ ദിക്ർ മുൻ വേദഗ്രന്ഥങ്ങൾ ആകുന്ന പ്രമാണം, തൗറാത്ത്, ഇഞ്ചീൽ. അഹ്ല ദിക്ർ എന്ന് പറഞ്ഞാൽ തൗറാത്തിൻ്റെ ഇഞ്ചീലും ആളുകൾ. അപ്പം രണ്ടാമത് പറഞ്ഞ ദിക്ർ പരിശുദ്ധ ഖുർആനും, ആദ്യം പറഞ്ഞ ദിക്ർ തൗറാത്തും ഇഞ്ചീലും അടങ്ങുന്ന പ്രമാണം, അല്ലേ? സന്ദർഭത്തിൽ മനസ്സിലാക്കാം, അല്ലേ? ഓക്കെ. സുബുർ എന്നത് സബൂർ എന്നതിൻ്റെ ബഹുവചനമാണ്. 7 പുസ്തകം എന്നൊക്കെ അതിനർത്ഥം പറയാം. അതായത് പ്രവാചകന്മാർ പ്രബോധനം ചെയ്യുന്ന നടപടിക്രമങ്ങളും നിയമനിർദ്ദേശങ്ങളും മറ്റുമൊക്കെ രേഖപ്പെടുത്തിയ ഏടുകൾ എന്ന് ചുരുക്കം. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അറിവില്ലാത്ത അല്ലെങ്കിൽ സംശയമുള്ള കാര്യങ്ങൾ വിവരമുള്ള ആളുകളോട് ചോദിച്ച് അവർ പറഞ്ഞതനുസരിച്ച് നടക്കണം എന്ന് ഈ ആയത്തിൽ മനസ്സിലാക്കാം. ഖുർആനും ഹദീസിലും നിന്ന് മതവിധികൾ ഗവേഷണം നടത്തി കണ്ടുപിടിക്കാൻ കഴിയാത്ത ആളുകൾ, അതായത് മുജ്തഹിദുകളല്ലാത്തവർ, അതിന് കഴിവുള്ള ആളുകളെ, അതായത് മുജ്തഹിദുകളെ അനുകരിക്കണമെന്ന്, തഖ്ലീദ് ചെയ്യണമെന്ന് ഈ വാക്യത്തിൽ തെളിവുണ്ട്. നമ്മളൊക്കെ മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ തഖ്ലീദ് ചെയ്തതുപോലെ. അതുകൊണ്ടാണ് തഖ്ലീദ് നിർബന്ധമാണ് എന്നതിന് ഈ ഒരു ആയത്ത് തെളിവായി മഹാനായ ഇമാം സുബ്കി റഹിമഹുല്ലാ ചൂണ്ടിക്കാട്ടുള്ളത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത, ഖുർആനും ഹദീസും നേരിട്ട് കാര്യങ്ങൾ ഗവേഷണം ചെയ്ത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളെല്ലാവരും മുജ്തഹിദീങ്ങളായ ഇമാമുകളെ, അതായത് ഇപ്പോൾ നമ്മൾ തഖ്ലീദ് ചെയ്യുന്നത് പോലെയുള്ള മദ്ഹബിൻ്റെ ഇമാമുകളെ തഖ്ലീദ് ചെയ്യണം. ഫസ്അലു അഹ്ല ദിക്ർ, എന്താണിപ്പോൾ വേദക്കാരായ ആളുകളോട് ഇങ്ങനെ ചോദിക്കാൻ പറയാൻ കാരണം? നിങ്ങൾക്ക് ഈ വിഷയം അറിയില്ലെങ്കിൽ തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ആളുകളായ ആളുകളോട് ചോദിച്ചു നോക്കൂ എന്നല്ല അല്ലാഹു തആല പറഞ്ഞത്. കാരണം വേദഗ്രന്ഥങ്ങളുമായും പ്രവാചകന്മാരുമായും അടുത്ത ബന്ധം ഉള്ള ആളുകളായിരുന്നു അവർ, വേദക്കാരായ ആളുകൾ. മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെയല്ല. അവർക്ക് പ്രവാചകന്മാരുമായി ബന്ധമില്ല, വേദഗ്രന്ഥങ്ങളുമായി ബന്ധമില്ല. നേരെ മറിച്ച് വേദക്കാരായ ആളുകൾക്ക് ഇതൊക്കെ അറിയാം. ഒരുപാട് പ്രവാചകനെ പറഞ്ഞ ടീമാണ് അവർ. മൂസാ നബി അലൈഹി സ്വലാം അടക്കമുള്ള ആളുകൾ, തൗറാത്ത് കിട്ടിയവരാണ്, ഇഞ്ചീൽ കിട്ടിയ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യം അറബികൾക്ക് വേണ്ടത്ര അറിയില്ല. അതേസമയം
വേദക്കാരായ ആളുകൾക്ക് കൃത്യമായി അറിയാം, അവരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കാമെന്ന് ഉപദേശിക്കുകയാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാതെ വിഷയം. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ആയത്ത് ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പണ്ഡിതന്മാർ, ക്രിസ്തീയ പാതിരിമാർ. അവർ പറയാ വേദക്കാര് ശരിയുടെ പക്ഷത്ത് തന്നെയാണ് എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ക്രിസ്ത്യാനികളും ജൂതന്മാരും ശരിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നവരാണ് എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം എന്നാണ് അവർ ദുർവ്യാഖ്യാനം ചെയ്യുക. അങ്ങനെ അവിടെ മനസ്സിലാകുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലുമില്ല. ഇവിടെ വേറെ വിഷയം പറയാം. അവർ നിലകൊള്ളുന്ന ഭാഗം ശരിയാണോ തെറ്റ എന്നൊന്നല്ല ഇവിടെ പറയണത്. ഈ വിഷയം ഏത്, ഇതുവരെ പ്രവാചകന്മാരെ അയച്ചത് ആണുങ്ങളെ മാത്രമാണ്, മനുഷ്യന്മാരെ മാത്രമാണ്, മലക്കുകളെ അല്ല, മനുഷ്യരെ മാത്രമാണ് പ്രവാചകന്മാർ അല്ലാത്ത ഇതുവരെ അയച്ചത് എന്ന സത്യം ആർക്കറിയാം? വേദക്കാർക്കറിയാം. അതുകൊണ്ട് അവരോട് ചോദിച്ചു നോക്കൂ, ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ഇതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു കൊടുക്കാനാണ് അല്ലാഹു തആല ഇറക്കിയതെന്ന് അർത്ഥം. അതായത് ആളുകൾക്ക് അവതീർണമായ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാനാണ് ഖുർആൻ നൽകിയത്. ഖുർആൻ വിശദീകരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, ഖുർആനിൽ വിശദീകരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൽ വിശദീകരിക്കാത്ത വിഷയങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതും അനുവർത്തിക്കേണ്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണത്തിൻ്റെ ബേസിലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചില ആളുകളുണ്ട് ഖുർആൻ മാത്രം മതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണമായ ഹദീസ് വേണ്ട എന്ന് പറയുന്ന ആളുകൾ. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണം പാടെ തള്ളിക്കളയുന്ന ചില ആളുകളുണ്ട്. അത് ശരിയേ അല്ല. ഖുർആൻ മാത്രമേ ഇസ്ലാമിൻ്റെ പ്രമാണമുള്ളൂ, സുന്നത്ത് പ്രമാണമല്ല എന്നാണ് അവർ പറയുക. ഇത് ഗുരുതരമായ തെറ്റാണ്. ഇതുപോലെയുള്ള ആയത്തുകളുടെ നിഷേധമാണ്. മാ നുസ്സില ഇലൈഹിം, മനുഷ്യർക്ക് വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർത്തവ്യം എന്താണ്? അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക മാത്രമല്ല, വിവരിച്ചു കൊടുക്കുക കൂടിയാണ്. ഇനിയുള്ള 64-ാം ആയത്തിനും ആവശ്യം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായ വിവരിക്കൽ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, മൗനാനുഭവത്തിലൂടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്, വിവരിച്ചു തന്നിട്ടുണ്ട്. അതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത്, ചര്യ. ഖുർആനിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവുമാണ് സുന്നത്ത് എന്ന നിലക്ക് പരിശുദ്ധ ദീനിൻ്റെ രണ്ടാമത്തെ പ്രമാണമാണ് അത്, ഖുർആൻ സുന്നത്ത്, അല്ലേ? വലഅല്ലഹും യതഫക്കറൂൻ. ഖുർആനിൽ ഉള്ളടക്കം, ഖുർആനിലെ നിയമങ്ങൾ, ഖുർആനിലെ തത്വസംഹിതകൾ, സൂചനകൾ, പാഠങ്ങൾ, ഉപദേശ നിർദ്ദേശങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, ഇതൊക്കെ എല്ലാവരും ചിന്തിച്ച് മനസ്സിലാക്കണം. ചിന്തിച്ച് മനസ്സിലാക്കാൻ പാകത്തിലാണ് അല്ലാഹു തആല ഖുർആനെ ഇറക്കിയിട്ടുള്ളത്. വലഖദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് യസ്സർനൽ ഖുർആന ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. സൂറത്തുൽ ഖമറിൽ ഈ വാചകം അല്ലാഹു തആല ആവർത്തിച്ച് പറയുന്നുണ്ട്. ഖുർആനിനെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ എളുപ്പമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ ശരിക്ക് ഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, ചിന്തിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. സൂറത്ത് മുഹമ്മദിൽ 24-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ എന്തുകൊണ്ട് ഖുർആൻ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല? അതല്ല ഹൃദയങ്ങൾക്കൊക്കെ പൂട്ടിട്ടിരിക്കുകയാണോ എന്നുള്ളതിൽ ചോദിച്ചിട്ടുണ്ട്. ചിന്തിക്കണമെന്നർത്ഥം. ശരി, 45-47 ആയത്തിലേക്ക് കടക്കാം. പരിശുദ്ധ ഇസ്ലാമിനെതിരായി നിരവധി കുതന്ത്രങ്ങളും ഗൂഢാലോചനകളും നടത്തുന്ന മക്കക്കാരായ ആളുകൾക്കും അതേപോലെയുള്ള നിലപാട് സ്വീകരിക്കുന്നവർക്കും അല്ലാഹു തആല കനത്ത താക്കീത് നൽകുകയാണ്. പൂർവിക സമൂഹങ്ങളിലെ പ്രതിലോമകാര്യങ്ങളുടെ ദീനമായ ചരിത്രം അവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഖാറൂനിനെ ഭൂമിയിൽ ആഴ്ത്തിയതുപോലെ ഇവരെയും ഭൂമിയിൽ ആഴ്ത്താമല്ലോ. അല്ലെങ്കിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതക്കും കാബ പൊളിക്കാൻ വന്ന അബ്രഹത്തിനും കൂട്ടുകാർക്കും മുകളിൽ നിന്ന് ശിക്ഷ ഇറങ്ങിയതുപോലെ ഇവർക്കും ഇറങ്ങാമല്ലോ. അല്ലെങ്കിൽ മക്കയിലും മുശ്രിക്കീങ്ങൾക്ക് ഓർക്കാപ്പുറത്തുള്ള ശിക്ഷയും വരാമല്ലോ. അതുമല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് വല്ല ആപത്തും പിണയാമല്ലോ. അല്ലെങ്കിൽ ശിക്ഷ വരുന്നതിനെക്കുറിച്ച് പേടിച്ചു കൊണ്ടിരിക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ ശിക്ഷകൾ വരാമല്ലോ. ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്നാണ് അവരുടെ വിചാരം. ഇതൊന്നും അല്ലാഹു അവർക്കെതിരെ പ്രയോഗിക്കില്ല എന്ന് വല്ല ഉറപ്പും വാങ്ങി വെച്ചിട്ടുണ്ടോ അവർ? ഇതിലേത് സംഭവിച്ചാലും അതങ്ങോട്ട് അനുഭവിക്കുക എന്നല്ലാതെ തടുക്കാൻ അവർക്ക് സാധ്യമല്ല. അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന് സമാധാനിച്ചിരിക്കാൻ ഒരു ന്യായവും അവർക്കില്ല. ശിക്ഷിക്കപ്പെടാൻ തികച്ചും അർഹരാണ് അവർ. അള്ളാഹു ആവട്ടെ എന്തിനും കഴിവുള്ളവനുമാണ്. പക്ഷേ
അങ്ങനെയൊന്നും പെട്ടെന്ന് ചെയ്യാതെ അവരെങ്ങനെ ഒഴിവാക്കി വിടുന്നത്, അല്ലെങ്കിൽ കൂട്ടസംഹാരത്തിന് വിധേയരാക്കാത്തത് അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷം കൊണ്ടും കൃപ കൊണ്ടും മാത്രമാണ്. എല്ലാ കാലത്തെ നിഷേധികളും ധിക്കാരികളും ഈ വിഷയം, ഈ താക്കീത് ഓർത്തിരിക്കണം. 45-ാമത്തെ ആയത്തും 46-ഉം. 45, 46, 47 നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفأمن الذين مكروا السيئات أن يخسف الله بهم الأرض أو يأتيهم العذاب من حيث لا يشعرون أو يأخذهم في تقلبهم فما هم بمعجزين أو يأخذهم على تخوف فإن ربكم لرؤوف رحيم أفأمن الذين مكروا أفأمن നിർഭയരായിരിക്കുകയാണോ അല്ലദീന മക്കറു സയ്യിആത്ത്, കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ആളുകൾ, അല്ലദീന മക്കറു ഗൂഢാലോചനകൾ നടത്തുന്ന ആളുകൾ, അസയ്യിആത്തി ചീത്ത വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലദീന മക്കറു സയ്യിആത്ത് എന്ന് പറഞ്ഞാൽ കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ആളുകൾ, അവർ നിർഭയരായിരിക്കുകയാണോ? എന്ത്? അൻ യഖ്സിഫല്ലാഹു ബിഹിൽ അർള്, അള്ളാഹു അവരെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയില്ല എന്ന്. അള്ളാഹു അവരെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിന് അവർ നിർഭയരായിരിക്കുകയാണോ? ഔ അല്ലെങ്കിൽ യഅ്തിയഹുൽ അദാബ്, അവർക്ക് ശിക്ഷ വരുന്നതിന് മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അവരറിയാത്ത ഓർക്കാപ്പുറത്ത്. അപ്പം തങ്ങളെ അള്ളാഹു തആല ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയോ ഓർക്കാപ്പുറത്ത് ശിക്ഷ വന്നെത്തുകയോ ചെയ്യുന്നതിനെ കുറിച്ച് കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ആളുകൾ നിർഭയരായിരിക്കുകയാണോ? അല്ലെങ്കിൽ ഔ യഖുദഹും ഫീ തഖല്ലുബിഹിം ഫമാ ഹും ബിമുഅ്ജിസീൻ, അല്ലെങ്കിൽ ഔ യഖുദഹും, അല്ലെങ്കിൽ അവർ പിടികൂടുകയോ ഫീ തഖല്ലുബിഹിം, യാത്രാവേളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ജോലിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കുവരവിൽ അവർ പിടികൂടുകയോ, അതും അവർ നിർഭയരായിരിക്കുകയാണോ? ഫമാഹും ബിമുഅ്ജിസീൻ, തത്സമയം അവർക്ക് അള്ളാഹുവിനെ തോൽപ്പിക്കാനാവില്ല. എന്ന് പറഞ്ഞാൽ പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല. ഫമാഹും ബിമുഅ്ജിസീൻ എന്ന് പറഞ്ഞാൽ പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല. തഖല്ലുബ് എന്ന് പറഞ്ഞാൽ യാത്രാവേളയിൽ നമുക്ക് ചുരുക്കി പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കില്ലെന്നർത്ഥം. യാത്രാവേളയിൽ ശിക്ഷയും പിടികൂടാം. ഔ യഖുദഹും അലാ തഖവ്വുഫിൻ, ഔ യഖുദഹും, അല്ലെങ്കിൽ അവരെ പിടികൂടുകയോ അല്ലെങ്കിൽ അവരെ സംഹരിക്കുകയോ, അലാ തഖവ്വുഫിൻ, അവർ സംഭീതരായിരിക്കെ, പേടിച്ചുകൊണ്ടിരിക്കെ, ഭയങ്കര പേടിയാണ്, അങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കെ തന്നെ അവരെ സംഹരിക്കുകയോ അല്ലെങ്കിൽ പിടികൂടുകയോ ശിക്ഷിക്കുകയോ ചെയ്യുകയില്ല, ചെയ്യുന്നതിനെ കുറിച്ച് അവർ നിർഭയരായിരിക്കുകയാണോ? തഖവ്വുഫ് എന്ന് പറഞ്ഞാൽ പേടിയുണ്ടായിരിക്കുക എന്നർത്ഥം. അലാ തഖവ്വുഫിൻ, പേടിയുണ്ടായിരിക്കെ, സംഭീതരായിരിക്കെ. ഇതൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഫഇന്ന റബ്ബക്കും, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ലറഊഫുൻ, അവൻ വളരെ കൃപയുള്ളവനാണ്, റഹീമുൻ, കരുണാമയനുമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് നടപടി എടുക്കാത്തത്. ഇതൊന്നും വെറുവിലാതെ നിങ്ങൾ നിർഭയരായിരിക്കേണ്ടെന്ന് അർത്ഥം. ഔ യഖുദഹും അലാ തഖവ്വുഫിൻ, ഈ ആയത്തിന് നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്. പേടിച്ചുകൊണ്ടിരിക്കെ പിടികൂടുക, രണ്ടു പ്രകാരത്തിൽ ഇതിന് പ്രധാനമായി വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ വല്ല ശിക്ഷയും വരുമോ എന്ന് പേടിച്ചുകൊണ്ടിരിക്കെ തന്നെ ശിക്ഷ വരിക. രണ്ടാമത്, ശിക്ഷ പെട്ടെന്ന് സംഭവിക്കാതെ ക്രമേണ അല്പാൽപമായി പിടികൂടുക. ഈ വ്യാഖ്യാന പ്രകാരം തഖവ്വുഫ് എന്ന വാക്കിൻ്റെ അർത്ഥം പേടിച്ചു വരിക എന്നായിരിക്കും. അതായത് കാത്ത് കുറേശ്ശെ വരിക. രണ്ട് രൂപത്തിലായാലും സംഭവ ശിക്ഷ തന്നെയാണ്. മറ്റൊന്ന് പെട്ടെന്ന് കഴിയും, ഇതിങ്ങനെ കാൽപ്പാൽപമായി ക്രമേണ ഇങ്ങനെ ശിക്ഷ ഇങ്ങനെ വരും. അപ്പോൾ അത് കൂടുതൽ റിസ്ക് ആയിരിക്കും എന്നർത്ഥം. ഈ ആയത്തുകൾ പറഞ്ഞ രൂപത്തിലെല്ലാം മുൻകഴിഞ്ഞ സംവിധാനങ്ങൾക്ക് ശിക്ഷകൾ ബാധിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അത് ചരിത്രം പരിശോധിച്ച് വ്യക്തമാവും. കുറച്ച് ഉദാഹരണങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ശരി, 48-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഇനി പറയുന്നത് പുതിയൊരു വിഷയമാണ്, നിഴലുകൾ, ഷാഡോസ്. നിഴലുകളെ കുറിച്ച് ചിന്തിക്കാൻ അല്ലാഹു തആല പറയുകയാണ്. പരിശുദ്ധ ഖുർആനിൽ പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ആഹ്വാനമുണ്ട്. അത്തരമൊരു ആയത്താണ് നമ്മൾ പഠിക്കുന്നത്. നിഴൽ അത് എപ്പോഴും മനുഷ്യൻ്റെ കൂടെ ചുറ്റിത്തിരിയുന്ന ഒന്നാണ്. സൂര്യോദയം, മധ്യാഹ്നം, അസ്തമനം, ഇവയെല്ലാം ശരിക്കും നിഴൽ മുഖേന മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. അത് വലത്തോട്ടും ഇടത്തോട്ടും ചാഞ്ഞും ചെരിഞ്ഞും നീണ്ടും ചുരുങ്ങിയും കൊണ്ടിരിക്കും. നമ്മൾ സാധാരണ കാണാറുണ്ട് അല്ലേ? ചിലപ്പോൾ നിഴൽ വലുതാവും, ചിലപ്പോൾ ചെറുതാവും, മറ്റു ചിലപ്പോൾ നേരെ നിൽക്കും, മറ്റു ചിലപ്പോൾ ചെരിഞ്ഞു നിൽക്കും, ചിലപ്പോൾ പ്രത്യക്ഷമാവും, ചിലപ്പോൾ അപ്രത്യക്ഷമാവും. ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ തന്നെ ഇതെല്ലാം വലിയ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് മനസ്സിലാക്കാം.
എന്തുകൊണ്ടാണ് ഈ നിഴലുകൾ ഇത്തരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്? അതിന് കാരണം എന്താണ്? ആ കാരണങ്ങൾ വ്യവസ്ഥപ്പെടുത്തിയ ശക്തി ആരാണ്? നിഴലുകൾ അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായി അവൻ നിശ്ചയിച്ച ചട്ടങ്ങൾക്കനുസരിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ചട്ടങ്ങളിലും വ്യവസ്ഥകളിലും ഒരു തരിയെങ്കിലും മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല. അതിനൊരു നിയന്താവും രക്ഷാധികാരിയും ഉണ്ടെന്ന് ഇത്രയും സൂക്ഷ്മമായ വ്യവസ്ഥിതി ആലോചിക്കുമ്പോൾ മനസ്സിലാവും. ആ യാഥാർത്ഥ്യം മനുഷ്യന്മാരെ നിങ്ങൾ ഉൾക്കൊള്ളണം. നിഴലുകൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇനിയുള്ള ആയത്തിൽ നിഴലുകൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് പറയുന്നത്. വാച്ചോ അല്ലെങ്കിൽ ഘടികാരമോ ഒന്നും ഇല്ലാതിരുന്നൊരു സമയത്ത് നിഴൽ നോക്കിയിട്ടായിരുന്നു സമയം നിർണയിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാം. അതില്ലാത്ത സാഹചര്യങ്ങളിലും ചില സവിശേഷ സന്ദർഭങ്ങളിൽ ഇന്നും സമയനിർണയത്തിനുള്ള ആധാരം നിഴൽ തന്നെയാണ്, അല്ലേ? ഭൂമിയിൽ എവിടെയും ആ നിഴലിനെ അടിസ്ഥാനമാക്കി സമയനിർണയം നിർവഹിക്കാൻ അത് കഴിയുന്ന ആളുകൾക്ക് ഇതിന് സാധിക്കുമെന്നാണ്. നിഴലിൻ്റെ ഗതി എന്നും വളരെ വ്യവസ്ഥാപിതമാണ്, കൃത്യമായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കണം. ചിന്തിച്ചാൽ അതിൽ ഒരുപാട് പാഠമുണ്ട്. കാലദേശ വ്യത്യാസമന്യേ ആ നിഴലിൻ്റെ വ്യവസ്ഥാപിതമായ ഗതിവിഗതികൾ ചിന്തോദ്ദീപകമാണെന്നാണ് അല്ലാഹു പറയുന്നത്. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യറൗ ഇലാ മാ ഖലഖല്ലാഹു മിൻ ശൈഇൻ യതഫയ്യഉ ളിലാലുഹു അനിൽ യമീനി വശ്ശമാഇലി സുജ്ജദൻ ലില്ലാഹി വഹും ദാഖിറൂൻ. അവലം യറൗ, അവർ കാണുന്നില്ലേ, അവർ കണ്ണോടിക്കുന്നില്ലേ? ഇലാ മാ ഖലഖല്ലാഹു മിൻ ശൈഇൻ, അല്ലാഹു തആല സൃഷ്ടിച്ച ഏതൊരു വസ്തുവിലേക്കും, അല്ലാഹു ഈ ഭൂമുഖത്ത് പടച്ച ഏതൊരു വസ്തുവിലേക്കും അവർ നോക്കുന്നില്ലേ? ഭൂമുഖത്ത് നിന്നല്ല, അല്ലാഹു തആല സൃഷ്ടിച്ച ഏതൊരു വസ്തുവിലേക്കും അവർ നോക്കുന്നില്ല, എവിടെയാവട്ടെ. എന്താണ് അള്ളാഹ് പ്രത്യേകമായി നോക്കാൻ പറയുന്ന വിഷയം? യതഫയ്യഉ ളിലാലുഹു, യതഫയ്യഉ ചായുന്നു, തിരിയുന്നു. എന്ത്? ളിലാലുഹു അവയുടെ നിഴലുകൾ, ആ ഓരോ വസ്തുവിൻ്റെയും നിഴലുകൾ ചായുന്നുണ്ട്. അനിൽ യമീനി വലത്തോട്ട്, വശമാഇലി ഇടത്തോട്ട്. ഇതൊന്നും അവർ കാണുന്നില്ലേ? ഇതെങ്ങനെയാണ് ചായുന്നത്? സുജ്ജദലില്ലാഹി, അള്ളാഹുവിന് സാഷ്ടാംഗം നമിച്ചുകൊണ്ട്, സുജൂദ് ചെയ്തുകൊണ്ട്. വഹും ദാഖിറൂൻ, വിനയാന്യതരായും. അപ്പം അള്ളാഹുവിന് വിനയാന്യതരായും സുജൂദ് ചെയ്യും. ഇടത്തോട്ടും വലത്തോട്ടും ചായുന്ന, ചെരിയുന്ന, തിരിയുന്ന നിഴലുകൾ. ഇത് ഓരോ വസ്തുവിനും ഉണ്ട് എന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ല, നിങ്ങൾ കാണുന്നില്ലേ? സുജ്ജദലില്ലാ, നിഴലുകൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് ചലിക്കുന്നത്. സുജൂദ് എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമങ്ങൾക്ക് കീഴൊതുങ്ങുക. സുജൂദ് ബിത്തസ്ഖീർ എന്ന് പറയും അറബിയിൽ. മറ്റൊന്ന് സ്വന്തം ഇഷ്ടാനുസരണം അള്ളാഹുവിന് സുജൂദ് ചെയ്യുക, സുജൂദ് ബിൽ ഇഖ്തിയാർ. ഇതൊക്കെ സുജൂദിൻ്റെ അർത്ഥങ്ങളാണ്. ഖുർആനിൽ തന്നെ 2 പ്രയോഗങ്ങളുമുണ്ട്. സൂറത്തുൽ റാഅദ് 15, സൂറത്തുൽ ഹജ്ജ് 18 ഉദാഹരണം. ഒന്നാമത്തെ അർത്ഥത്തിലുള്ള സുജൂദിൽ, അതായത് അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമങ്ങൾക്ക് കീഴൊതുങ്ങിയിട്ടുള്ള സുജൂദിൽ, അതിൽ മനുഷ്യരടക്കമുള്ള എല്ലാ വസ്തുക്കളും ഉൾപ്പെടും. ഈ അർത്ഥമാണ് ഇവിടെ 48ാമത്തെ ആയത്തിലുള്ളത്. എല്ലാ വസ്തുക്കളും അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായി കീഴൊതുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് സുജൂദിൻ്റെ അർത്ഥം. രണ്ടാമത് പറഞ്ഞ അർത്ഥം, ആ സുജൂദ് അത് പ്രത്യേകം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ആളുകളാണ് മനുഷ്യൻ. സുജൂദ് ബിൽ ഇഖ്തിയാർ, അല്ലേ? നമ്മൾ നിസ്കാരത്തിൽ ചെയ്യുന്ന സുജൂദ് പോലെ. ഈ 2 അർത്ഥങ്ങൾ സുജൂദിനുണ്ട്. മനുഷ്യരടക്കമുള്ള എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിന് കീഴൊതുങ്ങി നിലനിൽക്കുന്നവയാണ്, റബ്ബിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവയാണ്, വിധേയരായി കഴിയുന്നവയാണ്. അതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ സുജൂദ് നമ്മൾ പ്രത്യേകമായി ചെയ്യുന്ന സുജൂദ്, അത് മനുഷ്യരോട് പ്രത്യേകം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട സുജൂദുമാണ്. വഹും ദാഖിറൂൻ. ദാഖിറൂൻ എന്ന് പറഞ്ഞാൽ വിനയാന്യതരായി എന്നൊരു അർത്ഥം പറയാം. ബുദ്ധിയുള്ള ജീവികളുടെ വല്ല വിശേഷണങ്ങളും ബുദ്ധിയില്ലാത്ത ജീവികളിൽ പ്രകടമാകുമ്പോൾ അവയെപ്പറ്റി ബുദ്ധിയുള്ളവരെന്ന് തോന്നുന്ന തരത്തിലുള്ള പദപ്രയോഗം സാധാരണ അറബി ഭാഷയിലുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ അല്ലാഹു തആല സൃഷ്ടിച്ച ഓരോന്നിലേക്കും നോക്കുന്നില്ലേ എന്നാണ് ചോദിച്ചത്.
അതിൽ ബുദ്ധിയില്ലാത്ത കുറേ വസ്തുക്കളുണ്ട്, ജീവനില്ലാത്ത ബുദ്ധിയില്ലാത്ത കുറേ വസ്തുക്കളുണ്ട്. അപ്പോൾ ആ ജീവനില്ലാത്ത വസ്തുക്കൾ, ആ ജീവനില്ലാത്ത ബുദ്ധിയില്ലാത്ത വസ്തുക്കളിൽ ബുദ്ധിയുള്ളവയുടെ വല്ല വിശേഷണങ്ങളും പ്രകടമാകുമ്പോൾ, അതായത് വിനയാന്യതരായി കഴിയുക എന്നത് ബുദ്ധിയുള്ള ജീവികളുടെ വിശേഷണമാണ്. ആ വിശേഷണം ബുദ്ധിയില്ലാത്ത മറ്റു വസ്തുക്കൾ പ്രകടമാകുമ്പോൾ ആ വസ്തുക്കളെക്കുറിച്ചും ബുദ്ധിയുള്ളവരെ കുറിച്ച് പറയുന്നത് പോലെ പറയും. അതാണ് വഹും ദാഖിറൂൻ എന്ന് പറഞ്ഞത്. സുജൂദ് ചെയ്യുന്ന നിഴലുകൾ, സത്യത്തിൽ നിഴലുകൾ എന്താണ്? ബുദ്ധിയില്ലാത്ത വസ്തുക്കളാണ് അല്ലേ? പക്ഷേ ബുദ്ധിയുള്ള വസ്തുക്കൾക്ക് പ്രയോഗിക്കുന്ന, അറബി ഭാഷയിൽ പ്രയോഗിക്കുന്ന അതേ പ്രയോഗമാണ് ദാഖിറൂൻ എന്ന് പ്രയോഗിച്ചത്. അവർ വിനീത വിധേയരായി എന്ന് പ്രയോഗിച്ചത്. ഇതേപോലെ അധ്യായം 36 40-ാമത്തെ ആയത്തിൽ മറ്റൊക്കെ കാണാവുന്നതാണ്. ആഖില് ഗൈറു ആഖിൽ എന്ന് പറയും. സാധാരണ ഗൈറു ആഖിലാണ് ഈ പറയപ്പെട്ട വസ്തുക്കളൊക്കെ, അതിനൊന്നും ബുദ്ധിയില്ലാത്തതാണ്. പക്ഷെ ബുദ്ധിയുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നത് പോലെ വഹും ദാഖിറൂൻ എന്ന് പറഞ്ഞത് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ ആ ഒരു വിശേഷണം ഇവയിലും പ്രകടമായത് കൊണ്ടാണ്. അതായത് ഇവയും വിനയാന്യതരായി റബ്ബിന് വിധേയരായി നിൽക്കുകയാണ് അർത്ഥം. 49-50 ആയത്തിലേക്ക് കടക്കാം. ഇനി പറയുന്നത് നിഴലുകൾ മാത്രമല്ല, ആകാശഭൂമികളിൽ ജീവവസ്തുക്കളായി അല്ലാഹു തആല സൃഷ്ടിച്ച എല്ലാം, ജന്തുജാലങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ, വൃക്ഷങ്ങൾ, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ എല്ലാം, ആത്മീയ ജീവികളായ മലക്കുകൾ പോലും അള്ളാഹുവിൻ്റെ നിയമചട്ടങ്ങൾക്ക് തികച്ചും കീഴൊതുങ്ങി അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയാണ് കഴിയുന്നത്. ആരും ഇതിൽ നിന്ന് ഒഴിവല്ല. അപ്പോൾ പിന്നെ വിശേഷ ബുദ്ധിയും അഭിപ്രായ സ്വാതന്ത്ര്യവുമുള്ള മനുഷ്യൻ പ്രത്യേകിച്ചും അള്ളാഹുവിന് മുമ്പിൽ തലകുനിക്കാൻ, സുജൂദ് ചെയ്യാൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിക്കാൻ അർഹനല്ലേ, ബാധ്യസ്ഥരല്ലേ? എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശേഷത്തിൽ മനുഷ്യന്മാരെന്തായാലും ചെയ്യണ്ടേ? ആകാശഭൂമികളിലുള്ള പക്ഷിമൃഗാദികൾ നമ്മൾ കാണാറുണ്ട്. എന്തെല്ലാം ആക്രമണ സ്വഭാവങ്ങളും മറ്റുമൊക്കെ ആ ജന്തുക്കൾക്കുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ എല്ലാവർക്കും യോജിപ്പാണ്. ഏതാ കാര്യം? അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് മാത്രം ജീവിക്കുക എന്ന കാര്യത്തിൽ അതിലെല്ലാവരും ഒരുപോലെയാണ്. ഈ ജീവികളെല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്നാണ് ഇനി ആയത്തിൽ പറയുന്നത്. അതായത് അങ്ങനെ കീഴൊതുങ്ങി ജീവിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ആ സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ പരിശുദ്ധരായ സമുന്നത സൃഷ്ടികളായ മലായിക്കത്തുകൾ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് ഒരുപാട് വർഷങ്ങൾക്കും സൃഷ്ടിക്കപ്പെട്ട ആളുകളാണവർ. നിരന്തരമായ ഇബാദത്തിലൂടെ, മുടങ്ങാത്ത ധ്യാനത്തിലൂടെ, ആരാധനാ കർമ്മങ്ങളിലൂടെ ഒരുപാട് ഉന്നതമായ പദവികൾ നേടിയെടുത്ത ആളുകളാണ് മലായിക്കത്ത്. ആ മലായിക്കത്തു തന്നെ ഒരു അഹങ്കാരവുമില്ലാതെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുവെങ്കിൽ അല്പജ്ഞനായ ദുർബലനായ മനുഷ്യൻ അതിന് തയ്യാറാകാതെ അഹങ്കരിക്കുക എന്നത് കടുത്ത ധിക്കാരമല്ലേ? ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്. നോക്കാം 49-50 ആയത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മിൻ ദാബത്തിൻ വൽ മലായികതു വഹും ലാ യസ്തക്ബിറൂൻ യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ. വലില്ലാഹി, അല്ലാഹുവിന്, യസ്ജുദു, സാഷ്ടാംഗം നമിക്കുന്നു, സുജൂദ് ചെയ്യുന്നു, മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ഭുവനഭാവനങ്ങളിലുള്ള ഏതൊരു ജീവിയും, ആകാശങ്ങളിലുള്ള ഒന്നും ഭൂമിയിലുള്ള ഒന്നും എന്ന് പറഞ്ഞാൽ ആകാശഭൂമിയിലുള്ള ഏതൊരു ജീവിയും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. ഏതൊരു ജീവിയും എവിടുന്ന കിട്ടുക? മിൻ ദാബത്തിൻ, ഏതൊരു ജീവിയും, ജീവികളിൽ നിന്ന് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഏതൊന്നും. പിന്നാരും വൽ മലായികത്തും, മലായികത്തും. അപ്പോൾ ഭുവനവാനങ്ങളിലുള്ള ഏതൊരു ജീവിയും മാലാഖമാരും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. വഹും ലാ യസ്തക്ബിറൂൻ, അവർ അഹങ്കരിക്കുന്നേയില്ല. ദാബത്ത് എന്ന് പറഞ്ഞ ജീവി കേട്ടോ. ഈ മലായികത്തിനെ കുറിച്ച് പറയാനിനി യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ. മലായികത്ത് ഒരിക്കലും അഹങ്കരിക്കുന്നില്ല, അവർ സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എത്ര ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും അവർ അഹങ്കരിക്കുന്നില്ല. മാത്രമല്ല യഖാഫൂന, അവർ പേടിക്കുന്നു, റബ്ബഹും, അവരുടെ റബ്ബിനെ, മിൻ ഫൗഖിഹിം, തങ്ങൾക്കുമേൽ സർവാധികാരമുള്ള നാഥൻ അവർ പേടിക്കുന്നു. വയഫ്അലൂന, അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു, മാ യുഅ്മറൂൻ, അവരോട് കൽപ്പിക്കപ്പെടുന്നത് എന്താ പറഞ്ഞ് അത് ചെയ്യും. വഹും ലാ യസ്തക്ബിറൂൻ എന്ന് പറഞ്ഞത്, യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം എന്ന് പറഞ്ഞത്
വയഫ്അലുൻ മാ യുഅ്മർ എന്ന് പറഞ്ഞത് മലായിക്കത്തിനെ കുറിച്ചാണ്. അതായത് വഹും എന്ന ലമീർ മലായിക്കത്തിനെ ഉദ്ദേശിച്ചാണെന്നർത്ഥം. അധിക വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം ഇതാണ്. ഇനി വേറെയും ചില വ്യാഖ്യാനം ഇവിടെ ഉണ്ട്. അതായത് മലക്കുകളടക്കം മുമ്പ് പറയപ്പെട്ട എല്ലാവരെയും, അതായത് ആകാശഭൂമികളിലുള്ള എല്ലാ ജീവികളെയും ഉദ്ദേശിച്ചാണ്. അതിനും സാധ്യതയുണ്ട്. കാരണം എല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് അല്ലേ. ശരി, 51-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ആകാശഭൂമികളിലുള്ള വസ്തുക്കളെല്ലാം അള്ളാഹുവിന് മാത്രം വിധേയമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം വിധേയമാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ ശേഷം അള്ളാഹുവിനോട് ആരെയും പങ്കു ചേർക്കാതെ അവനെ മാത്രം ഇലാഹായി സ്വീകരിച്ച് അവനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കണമെന്ന് നിർദ്ദേശിക്കുകയാണ്. ഇനി ദൈവവിശ്വാസത്തിൽ മനുഷ്യന്മാരൊക്കെ പിറകിലാണ്. മനുഷ്യന്മാർക്ക് സംശയമാണ്, ഒരൊറ്റ അള്ളാഹു, ഒരൊറ്റ ദൈവം എങ്ങനെയാണ് ഈ മഹാപ്രപഞ്ചമെന്നാകെ ഭരിച്ച് നിയന്ത്രിച്ച് സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്നത്? ഇതാണ് അവരുടെ ചോദ്യം. ഒരാൾക്ക് അങ്ങനെ ഇതിനൊക്കെ കഴിയാം. എന്നിട്ടിപ്പോൾ അള്ളാഹുവിനെ വിട്ട് ഈ ബഹുദൈവ വിശ്വാസികൾ ദൈവമായി സ്വീകരിക്കുന്നതോ? ഇവരുടെ സംശയം ഇപ്പം എന്താ? ഒരാൾക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ കഴിയാന്ന്? നടക്കട്ടെ, ഈ ബഹുദൈവങ്ങൾ ആരാധിക്കുന്ന ആളുകൾ അവർ ദൈവങ്ങളായി സ്വീകരിക്കുന്ന ആ സംഗതി എന്തൊക്കെ? കല്ല്, മണ്ണ്, ലോഹം, ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ നിർജീവ വസ്തുക്കൾ. എന്നാൽ പിന്നെ ഈ വസ്തുക്കൾ എങ്ങനെ ദൈവമാകാൻ പറ്റും? ഈ നിർജീവ വസ്തുക്കൾ എങ്ങനെ ദൈവമോ ആരാധ്യനോ ഇലാഹൊക്കെ ആകാൻ പറ്റും? ഈ ഒരു സംശയം അവർക്കില്ല. ഒരു സംശയം എന്താ? മഹാശക്തിയായ ഒരൊറ്റ അള്ളാഹുവിന് ഇതെങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്നു? അതേപോലെ സംശയം. എന്നാൽ ഇനി ഇവർ ആരാധിക്കണ ഈ നിർജീവ വസ്തുക്കൾക്ക് ഇതിനൊക്കെ കഴിയുമോ? അതിന് ദൈവമാകാൻ പറ്റുമോ? ഇതൊരു ബുദ്ധിശൂന്യതയല്ലേ. ദൈവം ഒന്നേ ഉള്ളൂ, അള്ളാഹു ഇലാഹ ഒന്നേ ഉള്ളൂ. അത് സർവശക്തനായ അള്ളാഹുവാണ്. അവനെ മാത്രമേ മനുഷ്യനെ ആരാധിക്കാൻ പാടുള്ളൂ. അതാണ് 51-ൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الله لا تتخذوا إلهين اثنين إنما هو إله واحد فإياي فارهبون. وقال الله, അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു തആല ആജ്ഞാപിച്ചിട്ടുണ്ട്. എന്ത്? ലാ തത്തഖിദു, നിങ്ങൾ വരിക്കരുത്, നിങ്ങൾ സ്വീകരിക്കരുത്, ഇലാഹൈൻ ഇസ്നൈൻ, രണ്ട് ദൈവങ്ങളെ സ്വീകരിക്കരുത്. ഒന്നിലപ്പുറം ഇല്ല, ഒരൊറ്റ ദൈവമേ ഉള്ളൂ. രണ്ട് ഇലാഹുകളെ നിങ്ങൾ സ്വീകരിക്കരുത്. ഇന്നമാ ഹുവ, തീർച്ചയായും അവൻ, ഇലാഹുൻ വാഹിദ്, ഒരേ ഒരുവനേ ഉള്ളൂ. ഫഇയ്യായ, അതുകൊണ്ട് നിങ്ങൾ എന്നെ, ഫർഹബൂൻ, നിങ്ങൾ എന്നെ മാത്രം പേടിക്കുക. 52-ാമത്തെ ആയത്ത് നോക്കൂ. ആകാശഭൂമികളിലുള്ളവയുടെ എല്ലാം ഉടമസ്ഥനും അധികാരസ്ഥനും അള്ളാഹുവാണ് എന്നതുപോലെ തന്നെ കീഴ്വണക്കത്തിൻ്റെയും ആരാധനയുടെയും സ്ഥിരാവകാശവും അള്ളാഹുവിന് തന്നെയാണ്. അതാണ് 52-ൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഹു മാ ഫിസ് സമാവാതി വൽ അർളി വലഹുദ്ദീനു വാസിബ അഫഗൈറല്ലാഹി തത്തഖൂൻ. വലഹു, അള്ളാഹുവിൻ്റേതാണ്, മാ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളതെല്ലാം, വൽ അർളി, ഭൂമിയിലുള്ളതും. ആകാശഭൂമികളുള്ളത് അത്രയും അവൻ്റേതാണ്. വലഹുദ്ദീനു വാസിബ, സമ്പൂർണ്ണ വിധേയത്വവും അവന് മാത്രമാണ്. വലഹുദ്ദീനു വാസിബൻ, സമ്പൂർണമായ കീഴ്വണക്കവും അവന് മാത്രമാണ്. അഫഗൈറല്ലാഹി തത്തഖൂൻ, എന്നിട്ടും നിങ്ങൾ ഭക്തി കാട്ടുന്നത് അള്ളാഹു അല്ലാത്തവരോടാണോ? എന്നിട്ട് നിങ്ങൾ ഭക്തി കാട്ടുന്നത്, തഖ്വ ചെയ്യുന്നത് അള്ളാഹു അല്ലാത്തവരോടാണോ? അള്ളാഹുവിനല്ലാത്തവരോടാണോ? അതാണ് ചോദിക്കുന്നത്. വലഹുദ്ദീനു, ദീൻ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. മതം എന്ന അർത്ഥമുണ്ട്, നടപടി, രീതി, പ്രതിഫലം, അനുസരണം, കീഴൊതുങ്ങുക, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ നമുക്ക് കീഴ്വണക്കം എന്ന് പറയാം. വാസിബൻ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ എന്ന് പറയാം. വലഹുദ്ദീനു വാസിബ, സമ്പൂർണമായ വിധേയത്വം കീഴ്വണക്കവും അള്ളാഹുവിന് മാത്രമാണ്. അടുത്ത 53-54. എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്രയും അനുഗ്രഹങ്ങളാണ് അള്ളാഹു മനുഷ്യന് നൽകുന്നത്. ഓരോന്നും അള്ളാഹു മനുഷ്യന് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളൊന്നും മനുഷ്യൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള മികവ് കൊണ്ടല്ല കിട്ടുന്നത്. എന്നിട്ടും അവൻ നിഷേധിയാവുകയാണ്, അള്ളാഹുവിനെ നിഷേധിക്കുകയാണ്. എന്തൊരു കഷ്ടമാണിത്. വല്ല വിഷമമോ ബുദ്ധിമുട്ടോ നേരിടുമ്പോൾ മനുഷ്യൻ പരിഹാരം തേടുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്. ഈ യാഥാർത്ഥ്യം എപ്പോഴും മനുഷ്യനെ ഓർക്കണം. ചില ആളുകളുണ്ട്, എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ അള്ളാഹുവിനെ വിളിക്കും. എന്നിട്ട് മോക്ഷം, മോചനമൊക്കെ കിട്ടിയാലോ, ആ പ്രയാസം രക്ഷപ്പെട്ടാലോ അവൻ്റെ മട്ട് മാറും.
പിന്നെ അവൻ അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവിന് പങ്കുകാരെ സ്ഥാപിച്ച് ബഹുദൈവങ്ങളെ ആരാധിക്കും. ഇത് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളുടെ നിഷേധമാണ്. മതിമറന്നുള്ള ജീവിതം ശാശ്വതമല്ല. നിങ്ങളിങ്ങനെ ദുനിയാവിൽ ഇങ്ങനെ തോന്നിയതുപോലെയുള്ള ജീവിതമല്ല, അത് ശാശ്വതമല്ല. കുറച്ചു കാലമൊക്കെ അങ്ങനെ സൂചിച്ചു നടക്കും. പിന്നീട് നിങ്ങൾ ഇതിൻ്റെ തിക്തഫലങ്ങളും ദയനീയമായ പരിണതിയും ബോധ്യപ്പെടും. നോക്കാം 53-54 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് ثم إذا مسكم الضر فإليه تجأرون ثم إذا كشف الضر عنكم إذا فريق منكم بربهم يشركون. അമാ ബികും, നിങ്ങൾക്ക് കിട്ടിയതൊക്കെ, നിങ്ങൾക്കുള്ളതൊക്കെ, മിൻ നിഅമത്തിൻ, എന്ത് നിഅമത്തുകളായാലും, ഫമിനല്ലാഹ്, അതൊക്കെ അല്ലാഹുവിൽ നിന്നാണ്. അനുഗ്രഹമായി നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അവ എത്രയും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. നിങ്ങളെത്തുള്ള അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹിൻ്റെ അടുത്തുള്ളതാണ്, അള്ളാഹിൻ്റെ അടുത്ത് നിന്നുള്ളതാണ്. നിങ്ങളൊക്കെ ആയിരിക്കെ സുമ്മ ഇദാ മസ്സക്കുമുൽ ദുർറു, പിന്നെ എന്തെങ്കിലും കഷ്ടപ്പാട് നിങ്ങൾക്ക് വന്നാൽ, ഇദാ മസ്സക്കുമുൽ ദുർറു, എന്തെങ്കിലും ദുർറു എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് നിങ്ങൾക്ക് ബാധിച്ചാൽ, ഫഇലൈഹി, ആ അള്ളാഹുവിലേക്ക് തന്നെയാണ് തജ്അറൂൻ, നിങ്ങൾ അഭയം തേടുന്നത്. എന്നിട്ട് സുമ്മ ഇദാ കശഫൽ ദുർറ അൻകും, സുമ്മ പിന്നീട് ഇദാ കശഫ, അള്ളാഹു തആല നീക്കിയാൽ, അൽദുർറ, ബുദ്ധിമുട്ട്, അൻകും, നിങ്ങളിൽ നിന്ന് ആ ബുദ്ധിമുട്ട് നീക്കിയാൽ, ഇദാ ഫരീഖും മിൻഹും, അപ്പോഴതാ ഒരു വിഭാഗം ആളുകൾ, ബിറബ്ബിഹിം, അവരുടെ റബ്ബിനോട്, യുശ്രിക്കൂൻ, പങ്കുകാരെ സ്ഥാപിക്കുന്നു, പങ്കു ചേർക്കുന്നു. വിഷമെന്ന് രക്ഷപ്പെടുത്തി തന്നാൽ പിന്നെ അള്ളാഹുവിനെ പങ്കു ചേർക്കലായി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 53-ാമത്തെ ആയത്തിനെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ആളുകളെ ആക്ഷേപിക്കാൻ ചില പുത്തൻവാദികൾ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. എന്തായാലും പറയാമെന്നറിയോ, സുന്നികളായ നമ്മളെപ്പോലെയുള്ള ആളുകൾ പ്രയാസങ്ങൾ വരുമ്പോൾ നേർച്ചക്കാരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നു. ഇതാണ് ആക്ഷേപം. അത് ശരിയല്ല. സുന്നികളായ നമ്മൾ അള്ളാഹുവിനോട് മാത്രം, അള്ളാഹുവിനോട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അവർ ചിലപ്പോൾ മഹാത്മാക്കളെ കുറിച്ചായിരിക്കാം, അതായത് പിന്നെ ഈ പുത്തൻവാദികളായ ആളുകൾ നേർച്ചക്കാരെന്ന് പറഞ്ഞത് മഹാത്മാക്കളെ കുറിച്ചായിരിക്കാം. നമ്മൾ തേടി പ്രാർത്ഥിക്കുന്ന വസീലയായി നമ്മൾ സ്വീകരിക്കുന്ന മഹാത്മാക്കളെ കുറിച്ചായിരിക്കാം അവർ അങ്ങനെ പറഞ്ഞത്, നേർച്ചക്കാരെന്ന് പറഞ്ഞത്. അത് നമ്മൾ ചെയ്യാറുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ വസീലക്കാരായി തേടിയിട്ട് മഹാത്മാക്കളെ തേടി നമ്മൾ ദുആ ചെയ്യും. അതെന്തിനാണ് അങ്ങനെ ചെയ്യണത്? അത് അള്ളാഹുവിങ്കിൽ നിന്ന് വേഗം മറുപടി കിട്ടാൻ സഹായകമാണ് അത് എന്നതുകൊണ്ടാണ്. അത് അനുവദനീയമാണ്. ഇങ്ങനെ വസീല തേടുന്നത് അനുവദനീയമാണ് എന്ന് അനിഷിദ്ധമായ തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ്, പ്രമാണബന്ധിതമാണത്. അതുപോലെ തന്നെ മഹാത്മാക്കളുടെ പരലോക ഗുണത്തിനായി സ്വതക്ക ചെയ്യാറുണ്ട് മുഅ്മിനീകൾ. അതായിരിക്കും അവർ വഴിപാട് നൽകുക എന്നൊക്കെ പറഞ്ഞത് പുത്തൻവാദികൾ. മഹാത്മാക്കളുടെ പരലോക ഗുണത്തിനായി സ്വതക്ക ചെയ്യാൻ ചില സാധനങ്ങൾ നമ്മൾ നേർച്ചയാക്കാറുണ്ട്. അതും പുണ്യമുള്ള കർമ്മമാണ്. സൽക്കർമ്മം ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോഴാണ് ഉത്തരം വേഗം കിട്ടുക. അതിനു വേണ്ടിയാണ് ഇത്തരം സൽക്കർമ്മങ്ങളെ നമ്മൾ വസീലയാക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ബിദ്അകളായ പുത്തൻവാദികളായ ആളുകൾ നമ്മളെ സുന്നികളെ ആക്ഷേപിക്കുന്നത്. ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ ജാഗ്രത പുലർത്തുക. അവരെ ആക്ഷേപങ്ങൾക്കൊന്നും വകവെക്കേണ്ടതില്ല. നമ്മൾ അള്ളാഹുവിനോട് തന്നെയാണ് യഥാർത്ഥത്തിൽ ദുആ ചെയ്യുന്നത്. അതിന് തേടി മഹാത്മാക്കളായ ആളുകളെ നമ്മൾ തേടി അവരുടെ പേരുകൾ പറയുന്നു. അത് അനുവദനീയമാണ്, പ്രമാണബന്ധിതവുമാണ്. അതിനൊരു പ്രശ്നമല്ല. നമ്മൾ അവരെ ആരും ആരാധിക്കുന്നില്ല. നമ്മൾ ആരാധിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്, പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിനോട് മാത്രമാണ്, അല്ലേ? സത്യത്തിൽ ആ പ്രാർത്ഥനയും ആരാധന നമുക്ക് അള്ളാഹുവിനോട് തന്നെയാണ് ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കണം. വെറുതെ നേർച്ചക്കാർ വഴിപാട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് പുത്തൻവാദികൾ ചെയ്യുന്നത്. ആ വിഷയം പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കണമെന്ന് കൂടി ഉണർത്തുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി സയ്യിദനാ മൗലാന മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹ് അമലായി സ്വീകരിക്കണം തമ്പുരാനെ. ആഖിറത്തിൽ ഇത് വരവ് വെക്കണം റഹ്മാനും. ഒരുപാട് കാലം തന്നെ ദീനും ഇൽമിനും പരിശുദ്ധ ഖുർആനും ഖിദ്മത്ത് ചെയ്യാനുള്ള ഇഖ്ലാസോടെ ഖിദ്മത്തുള്ള അവസരം നൽകണം തമ്പുരാനെ. രോഗികളായ ഒരുപാട് ആളുകളുടെ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ദുആ ചെയ്യണം. കടപ്പെട്ട എല്ലാവർക്കും ഖൈറും സലാമത്തും റാഹത്തും സന്തോഷവും നൽകണം തമ്പുരാനെ. ഞങ്ങളെല്ലാവരും ആഖിബത്ത് നന്നാക്കണം റബ്ബേ. اللهم اجعل جمعنا هذا جمع مرحوما تفرقنا من بعده تفرقا معصوما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون
വസ്സലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളെല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.